നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആക്ടർ കൃഷ്ണകുമാറിൻ്റെ കഞ്ഞി നോസ്റ്റാൾജിയ അല്ലെങ്കിൽ നോസ്റ്റാൾജിയ കഞ്ഞി വിഷയത്തിൽ, പഴങ്കഞ്ഞി വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടത്. ഇനി മൂന്നാമത്തെ വീഡിയോ ചെയ്യാണ്ടായ റീസൺ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് അവരുടെ മോള് ദിയാകൃഷ്ണ ലണ്ടനിൽ പോയിട്ട് പ്രാവിന് നിലത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ എടുത്ത് ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് ഈ പ്രാവിന് ഫുഡ് നിലത്തിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയ അച്ഛൻ്റെ ഈ കഞ്ഞി വിഷയം, കുഴി കുത്തിയിട്ട് കഞ്ഞി കഴിച്ചതിന് അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് അതിൻ്റെ കണ്ടിന്യൂവേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു പറഞ്ഞതിന് ശേഷം അച്ഛനെ നേരിട്ടിട്ടുള്ള ഒരുപാട് സൈബർ ആക്രമണം, വിമർശനങ്ങളും ഇതെല്ലാത്തിനും അതിനോട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നിലത്തിട്ട് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, ഇനിയിപ്പോൾ അത് ആർക്കെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഫീൽ ചെയ്യാം, ഞങ്ങൾക്ക് പ്ലേറ്റ് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഒരു ലെങ്തി വീഡിയോൻ്റെ ചെറിയൊരു പോർഷനിൽ അൺവാണ്ടഡ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു. സോറി. അപ്പോൾ ആ ഒരു വിഷയം സോഷ്യൽ മീഡിയ അത്യാവശ്യം എടുത്ത് ചർച്ച ചെയ്തു, നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറേ പേർക്കും എനിക്കും ഫീൽ ചെയ്തു അൺവാണ്ടഡ് ആയിരുന്നു. പ്ലസ് ആ പഴയ വിഷയം എടുത്തിട്ട് കുറച്ച് പേരെ കളിയാക്കുന്ന പോലെ ആണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൽ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എനിക്ക് ഇന്നലെ ദിയയുടെ ഒരു വീഡിയോ കുറച്ച് പേര് അയച്ചു തന്നു. ഓക്കെ, ദിയാകൃഷ്ണ സംസാരിക്കുന്നൊരു വീഡിയോ. അത് ഞാൻ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊന്നും അതിലെവിടെയും കാണുന്നില്ല, ഒരു ചാനലിലും കാണുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലൊന്നും കാണുന്നില്ല. അതെവിടെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം അവർ ലണ്ടനിൽ പോയിട്ട് ഈ ഒരു സംഗതി ചെയ്തതിൻ്റെ വിഷയം റിലേറ്റ് ചെയ്തിട്ട് അവർ ഒരു അപ്പോളജി പറയുന്നുണ്ടെങ്കിൽ കൂടി അവർ പഴയ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ തോന്നി. ഇൻ ദ എൻഡ് അവരൊരു അപ്പോളജി പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ചില കാര്യങ്ങൾ അവർ പറയുന്നതോട് സ്റ്റിൽ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ലണ്ടനിൽ ആ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഇസ് ലൈക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അവർ ഓൾറെഡി ഈ സോഷ്യൽ മീഡിയയിൽ ദേ ആർ ബീങ് പോർട്രേഡ് ലൈക്ക് പ്രിവിലേജ്ഡ് പീപ്പിൾ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രിവിലേജ്ഡ് ആണ്. ആൾക്കാർ അങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നതും. കംപ്ലീറ്റ് കമൻറ്റ് മാത്രമായിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും പറയുകയാണ്, അത് ഇവർ പറയുന്നുണ്ട് ഈ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം റിലേറ്റഡ് ആയിട്ടാണ് പുള്ളിയും ഫാമിലിയും ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ എനിക്ക് ശരിയായിരിക്കാം, ഒരു വിഭാഗം അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അഭിപ്രായത്രയേ ഉള്ളൂ, ഒരു അൺവാണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു. പിന്നെ അതൊരു കളിയാക്കുന്ന പോലെ തന്നെ തോന്നി, എനിക്കും ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനൊരു അപ്പോളജി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്നറിയില്ല. അതാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു തെറ്റും ചെയ്യാതെ എന്റെ അച്ഛന്റെ പണ്ടത്തെ ഒരു കൊതി പറഞ്ഞതാണ്. കൊതിയെ പറ്റി പറഞ്ഞതിനെ ഇങ്ങനെയും ട്വിസ്റ്റ് ചെയ്തെടുത്തെങ്കിൽ ഇനി ഒരു പ്രാവിന് തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതിന് എന്നെ ആരെങ്കിലും വല്ലതും ചെയ്യൂ, എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യൂ എന്നുള്ളതായിരുന്നു എന്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ പറഞ്ഞത്. കാരണം ഇനി അതും കൂടെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തെടുക്കല്ലേ. പ്രാവിന് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂ, പ്ലേറ്റിലൊന്നും ഇട്ടിപ്പോ നമ്മൾ ട്രിപ്പ് പൊക്കോട്ടിക്കുമ്പോൾ പ്ലേറ്റ് കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. വി കൻ ഓൺലി ഗിവ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സംതിങ് അഫ്രൈഡ്, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കാം. കയ്യിലും കൊടുത്തു. സോ അതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. അതിന് എന്താ പറയാ, എടുക്കേണ്ട രീതിയിൽ എടുക്കണം ചില കാര്യങ്ങൾ. നമുക്കിങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമുക്കിപ്പോ എന്താ പറയാ, വഴി കൂടെ നടക്കുന്ന എല്ലാവരെയും എന്നാ പിന്നെ കുറ്റം പറയാൻ ഒരു റീസൺസ് ഉണ്ടാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നോണ്ടായിരിക്കാം. മനസ്സിലായില്ല. സോ എനിക്ക് പറയേണ്ട ഇത്രയേ ഉള്ളൂ, താഴ്ന്ന ജാതിക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ചാരിറ്റി ഇവന്റോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു ഫ്രണ്ട് എടുത്താൽ ആ ഫ്രണ്ട് പോലും ഒരു മില്യണർ ആളായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോ ഒരു നായറായിരിക്കണം. അങ്ങനെ അത് എനിക്ക് തന്നെ ഉള്ള എത്രയോ ഫ്രണ്ട്സ് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതൊരു റിലീജിയസ് ഒരു പൊളിറ്റിക്കൽ സാധനമായി മാറിയെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ഇത് ഓക്കെ, ഇൻഡയറക്ട്ലി ഇതിപ്പോ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു ട്വിസ്റ്റഡ് സ്റ്റോറിക്ക് അകത്ത് ആർക്കെങ്കിലും ഇതിപ്പോ അവരുടെ ഫീലിംഗ്സ് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ റിയലി അപ്പോളജൈസ് ഫ്രം മൈ എൻഡ്. ബിക്കോസ് അത് ഓരോരുത്തർ കൊണ്ടുവരുന്ന ഒരു സ്റ്റോറി, ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ ഒരു സിനിമ അതൊരു 100 പേര് കാണുന്നു. ആ 100 പേർക്കും ആ സിനിമയെ പറ്റി ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും. മനസ്സിലായി. ചിലവർ ആ സ്റ്റോറിയുടെ ഉള്ളിലോട്ട് തന്നെ അറിയാൻ ശ്രമിക്കും. ചിലവരെന്താണ് 5 പേര് പറയുന്നത് കേട്ടിട്ട് പടം കൊള്ളില്ല എന്ന് പറയും. ചിലവരെന്താണ് 5 പേര് പറയുന്നതായിട്ട് പടം കൊള്ളാം എന്ന് പറയും. ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഗതി കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് 5 മിനിറ്റ് കണ്ട് പടം കൊള്ളാവുന്ന അതൊന്നും അത്ര ഒരു ഭയങ്കര ഫിലോസഫിക്കൽ രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നല്ല, അതിനായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദിയ പറഞ്ഞിട്ടുള്ളത് ചില ആൾക്കാർ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, അത് പല ആൾക്കാരും പറഞ്ഞത്.
അതിലൊരു ട്വിസ്റ്റിങ്ങും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇതിലൊരു ട്വിസ്റ്റിങ്ങും ഇല്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾ പറഞ്ഞത് വാട്ട് എവർ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അച്ഛനെ ഒരുപാട് ദിവസങ്ങളിലായിട്ട് പല ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നു എന്നിട്ടുള്ളൊരു വിഷയം, അത് അത്യാവശ്യം നല്ലതില്ല. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാമിലി ഈസ് ബീങ് ടാർഗറ്റഡ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് യു ഓൾ പീപ്പിൾ ഹാവ് ലോട്ട് ഓഫ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, നിങ്ങൾക്ക് പുറത്ത് പറയാനുള്ള വോയിസ് ചെയ്യാനുള്ള ഒരു മീഡിയം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അമർഷം അല്ലെങ്കിൽ വിഷമം വാട്ട് എവർ ഇറ്റ് ബി അത് പ്രകടിപ്പിച്ചു, ദേഷ്യം ഒക്കെ പ്രകടിപ്പിച്ചു. പക്ഷെ അത് വീണ്ടും ഒരു പുച്ഛഭാവമായിട്ട് വീണ്ടും വന്നു. നിങ്ങൾ വീണ്ടും ഒരു കമ്മ്യൂണിറ്റീനെയും അന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു സംഗതി, അതാണ് സംഗതി. എനിക്ക് സംഭവം എന്താ വെച്ചാൽ പുള്ളി പറഞ്ഞത് ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് പറഞ്ഞു, അത് വളരെ നോർമലായിട്ട് സംസാരിച്ച സംഗതി, മേ ബി അൺനോയിങ്ലി വന്നു പോയൊരു സംഭവം. പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ആയതിനു ശേഷം വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും എല്ലാവരും ഡിസ്കസ് ചെയ്തതിന് ശേഷം അതൊരു ഇഷ്യൂ ആയിട്ട് ഒരു വലിയ വിഭാഗത്തിന് അത് വലിയൊരു വിഷമമുള്ള സംഭവം തന്നെയാണ് അന്ന് നടന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട്, ഞാനത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇവരുടെ ഈ കൃഷ്ണകുമാറിൻ്റെ കേസിൽ സോർട്ട് ഓഫ് ന്യായീകരിച്ചിട്ടാണ് സംസാരിച്ചത്. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞത് ആ ഡിഷിനെ കുറിച്ചാണ്, അല്ലാതെ അവിടെ ഈ ഒരു ജാതിയോ കാര്യങ്ങളൊന്നും പുള്ളി ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ ഒരു പൊളിറ്റിക്കൽ ഇതിൽ ഇങ്ങനെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മക്കളെന്ത് ചെയ്യുന്നു? ശരി, ഇന്നത്തെ കാലത്ത് ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കേണ്ട ഒരു കാലത്ത് മക്കൾ എന്ത് ചെയ്തു? ഈ ഒരു സംഗതി, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സെൻസേഷനായ ഒരു കേസാണ്, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തതാണ്, അത് ഒരുപാട് പേരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഡെലിബറേറ്റ്ലി അതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോളജി പറയുന്ന സമയത്തും പറയുന്നത് എന്താ, കുറേ പേര് ട്വിസ്റ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ്, അല്ലാതെ അത് ഇതൊരു സിനിമേനായിട്ട് കമ്പയർ ചെയ്യുക എന്തോ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഇസ് റൈറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ന്യായീകരണവും പ്രോപ്പർ ഒരു ഇതായില്ല എന്ന് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ അഗെയിൻ ഞാൻ പറയുന്നു, ഒരു വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കൊരു ഒരാൾ അയച്ചതെന്നാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണ് അപ്ലോഡ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ, എവിടെയാണ് ഈ വീഡിയോ ഉള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം, ഒരു ഇഷ്യൂ ആയി നിൽക്കുന്ന സംഗതി എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പ്രശ്നമായി വന്ന് നിൽക്കുന്ന സംഭവമാണെങ്കിൽ, നിങ്ങൾക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ അവർ റീച്ചിന് നല്ലതായിട്ട് പറയുന്നത്, ഞാൻ ഒരു ജനറൽ കേസ് പറയാം, സിനാരിയോ പറയാം. ഒരു യൂട്യൂബിലൊക്കെ റീച്ച് വേണം, സോഷ്യൽ മീഡിയയിൽ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് കോൺട്രവേഴ്സി ആക്കി എടുക്കാം. അത് കോൺട്രവേഴ്സി റീച്ച് അതിനെക്കൊണ്ട് വേണ്ട, അതിൻ്റെ കോൺട്രവേഴ്സി ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് അതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ച് അത് വെറുതെ ഒരു ഇഷ്യൂ ആക്കി എടുക്കാൻ മാത്രമേ അതിനെ സഹായിക്കുള്ളൂ. ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ദാറ്റ് ടോപ്പിക്. ആ ഒരു സംഭവം കഴിഞ്ഞു, പിന്നെ അതിന് ന്യായീകരിക്കുക, പിന്നെ അടുത്ത വീഡിയോയിൽ ഇത് പറയുക, അപ്പോൾ വീണ്ടും ഇതൊരു ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി ഇൻ സോഷ്യൽ മീഡിയ ചർച്ചയായിട്ട് വരാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ, ഇവർക്കൊന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഇഷ്യൂ ഒക്കെ എടുത്തിടും. ചെറിയ യൂട്യൂബേഴ്സും ആസ്പയറിങ് ബഡ്ഡിങ് കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കാം. പക്ഷേ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇവരെ സംബന്ധിച്ചൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സൊക്കെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനേക്കാളും നല്ല ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ഇറ്റ് അല്ലേ? ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.